നിക്ക് ഞാൻ ഇയാളൊന്ന് പറഞ്ഞോട്ടെ. ജഗതിയുടെ മകൾ പാർവതിയെ മാമോദിസ മുക്കി അൽഫോൻസ ആക്കിയ PC-യുടെ ഗുണപതിയാരം. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജും നടൻ ജഗതി ശ്രീകുമാറിന്റെ മകൾ പാർവതിയും ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ട് കത്തോലിക്ക സഭാംഗങ്ങളായ PC ജോർജും മകനും ഹൈന്ദവ വിശ്വാസിയായ പാർവതിയോടും പിതാവിനോടും ആവശ്യപ്പെട്ടത് മകളെ മാമോദിസ മുക്കി ക്രിസ്ത്യാനിയാക്കണമെന്നാണ്. അത്രേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. മനസ്സില്ലാ മനസ്സോടെ അവർ അത് സമ്മതിച്ചു. ഞാൻ സ്നേഹിച്ചത് പാർവതിയെയാണ്, അവളുടെ മതത്തെയല്ല എന്ന് പറയുവാനുള്ള ഉറപ്പ് എന്തുകൊണ്ടോ അന്ന് ഷോൺ ജോർജിന് ഇല്ലാതെ പോയി. ചക്കയാവുമ്പോ ചൂഴ്ന്നു നോക്കാം, പക്കിയിലാവുമ്പോഴോ അതൊരു പോയിന്റ്. പാർവതി മാമോദിസ മുങ്ങി അൽഫോൻസ എന്ന പേര് സ്വീകരിച്ചു. PC അന്ന് തലക്കൽ നിന്ന് ആമീനടിച്ച് ആ മതം മാറ്റൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല ബോറായിരുന്നു. പിന്നീട് കത്തോലിക്ക സഭയുടെ ആചാരമനുസരിച്ച് പാർവതിയെ മകന് കല്യാണവും കഴിപ്പിച്ചു കൊടുത്തു. സോ സിമ്പിൾ. ഇപ്പൊ ശരിയാക്കാം. ഒരു ഹിന്ദു പെണ്ണിനെ കൂടി നമ്മുടെ സഭയിലേക്ക് മാമോദിസ മുക്കി ഞങ്ങൾ കൊണ്ടുവന്നില്ലേ എന്നാണെന്ന് PC ഒരു കത്തോലിക്കൻ അച്ചായനോട് പറഞ്ഞത്. പറഞ്ഞത് വളരെ വൃത്തികെട്ട ഒരു പദമായിരുന്നു. അത് പറയുവാൻ ഞങ്ങളുടെ സംസ്കാരം അനുവദിക്കുന്നില്ല. അന്ന് ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു തന്തയില്ലാത്തവനാ. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. PC കോൺഗ്രസ് പാളയത്തിലായിരുന്നു. അതോടൊപ്പം അന്ന് മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ PC-ക്ക് 100 നാവായിരുന്നു. മൗലവിമാര് പോലും തോറ്റുപോകുന്ന പ്രഭാഷണങ്ങളാണ് അന്ന് PC ജോർജ് നടത്തിയിരുന്നത്. സ്വലാത്ത് നടക്കുമ്പോൾ ഖുറാനെ അടിസ്ഥാനമാക്കി പ്രഭാഷണം പോലും PC അന്ന് നടത്തുമായിരുന്നു. അന്ന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. വെറുതെ അല്ലോട് തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത്. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കൊണ്ടായിരുന്നു PC ജോർജ് ജയിച്ചിരുന്നത്. അക്കാലത്ത് ഈരാറ്റുപേട്ടയിൽ PC ജോർജ് നടത്തിയ ഒരു പ്രഭാഷണം കേൾക്കുക. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. ത്തിന്റെ പ്രബോധനങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് വാസു ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. മരിച്ച് അവനിലേക്ക് അല്ലാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുർആൻ. അളിയന്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ തരുമോ? എന്തിനത്? കണ്ടോണ്ടിരിക്കാനാ എനിക്ക്. വെരി അല്ല, മനസ്സിലായില്ല. നബി തിരുമേനിയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ വർഗീയവാദികളാവും? PC-യുടെ കയ്യിലിരിപ്പ് കൊണ്ട് മുസ്ലിം സമുദായം PC-യുമായി അകന്നു. അവർ PC-യെ പൂഞ്ഞാറ്റിൽ 8 നിലയിൽ തോൽപ്പിച്ചു. അന്ന് തൊട്ട് തുടങ്ങിയ തെറിവിളിയാണ്. വെറുതെ അല്ല ആളുകൾ നക്സലൈറ്റ് ആയി പോകുന്നത്. ഇതുപോലുള്ള ബൂർഷാസികളുടെ തല വെട്ടുന്നതിന് നക്സലൈറ്റുകൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ ചെയ്യട്ടോ. അന്ന് തൊട്ട് തുടങ്ങിയ തെറിവിളിയാണ്. മുസ്ലിം സമുദായത്തെ അവർ വോട്ട് ചെയ്തപ്പോൾ അവർ ദേവദൂതന്മാരായിരുന്നു PC-ക്ക്. എന്നാൽ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ തീവ്രവാദികളായി. സംഘപരിവാർ ഇവിടെ വർഗീയത ആളിക്കത്തിക്കുവാൻ പറ്റിയ ആ നാറിയ നാക്ക് PC-യുടേതാണെന്ന് മനസ്സിലാക്കി BJP-യിലേക്ക് അപ്പനും മകനും പ്രവേശനം നൽകി. ഒറ്റ വഴിയേ ഉള്ളൂ, ബോംബെയിൽ നിന്നും പവനായി വരുത്തുക. ഭവനായി? അതെ, സമർത്ഥനായ പ്രൊഫഷണൽ കില്ലർ. ഒരു ഹൈന്ദവ സ്ത്രീയെ മതം മാറ്റി പാർവതിയെ അൽഫോൻസ ആക്കിയ മുതലുകളാണെന്ന കാര്യം BJP സൗകര്യപൂർവ്വം മറന്നു. അന്നു തൊട്ട് അപ്പനും മകനും വർഗീയ വിഷം ചീറ്റിത്തുടങ്ങി. ഒടുവിൽ ഒരു ചാണക ചാനലിൽ ചർച്ചക്കിടയിൽ നടത്തിയ വർഗീയ പരാമർശങ്ങളെ തുടർന്ന് അകത്തായി. പോലീസിനും പട്ടാളത്തിനും ഞാനെന്നൊരു പേടി സ്വപ്നമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് അയ്യം വിളിച്ച് കരഞ്ഞതിനാൽ PC ജയിലിൽ പോയില്ല. 2 ദിവസം കഴിഞ്ഞ് ആശുപത്രിവാസം കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും ഇതാ കുത്തൽ തുടങ്ങി. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോകുക. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. അകത്തായ ജാളിതയും നാണക്കേടും മറയ്ക്കുവാൻ ഇപ്പോൾ അപ്പനും മകനും ഇതാ പുതിയ നമ്പറുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഞാനൊരുത്തൻ ഇവിടെ തെരുവാധാരായി നടക്കുന്നതിൽ നിനക്ക് ഒരു വിഷമവും ഇല്ല.
കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ പാറ പൊട്ടിക്കുവാൻ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളുമായി കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ നിന്നും 2 മുസ്ലിം നാമധാരികളായ ഷിബിലിനെയും കൂട്ടാളി മുഹമ്മദ് ഫാസിലിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാള് പോയില്ലേ? ഇടി വരവ് വെച്ചു, വകുപ്പ് ഏതാണെന്ന് പറഞ്ഞില്ല. ഹൈറേഞ്ച് മേഖലയിലെ അനധികൃത പാറമടകളിലേക്കും കുളം കിണർ പണിക്കാർക്കും കൈമാറുവാനാണ് ഈ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതെന്നാണ് വിവരം. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. ഇവർ മുസ്ലിം തീവ്രവാദികളാണെന്നാണ് ജോർജ് പറയുന്നത്. കേരളത്തിൽ ഇതിനു മുമ്പും 100 കണക്കിന് ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളുമായി ജോർജുമാരെ വരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഏതായാലും നിന്നിട്ട് കാര്യമില്ല, മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരൂ. കളമശ്ശേരിയിൽ 8 പേരുടെ മരണത്തിനിടയാക്കിയ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ ഹാളിൽ ബോംബ് സ്വന്തമായി നിർമ്മിച്ച് സ്ഫോടനം നടത്തിയത് ഒരു ക്രിസ്ത്യാനിയാണെന്ന കാര്യം ജോർജ് മറന്നുപോയി. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇപ്പോൾ ജോർജ് വീണ്ടും ഇതാ 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടമായി എന്ന മുനതേഞ്ഞ വാദവുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? അവരോടൊക്കെ വരാൻ പറയും. INSPയുടെ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാൾ വന്നിട്ടുണ്ട്. ആരാണാവോ അത്? ഞാനാണാവോ? സംസ്ഥാനത്ത് ലവ് ജിഹാദ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് 2020 ഫെബ്രുവരി 4-ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി വെളിപ്പെടുത്തിയത്. എനിക്കിത് നടക്കുമെന്നുള്ള കേന്ദ്ര ഏജൻസികളൊന്നും തന്നെ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ലവ് ജിഹാദ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കോൺഗ്രസ് അംഗം ബെന്നി ബെഹനാന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അന്ന് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. തനിക്ക് പേടി തോന്നുന്നുണ്ടോ? ഏയ് പേടിയുണ്ടായിട്ടൊന്നുമല്ല, തടി കൂടിയത് കൊണ്ട് പഴയതുപോലെ ഓടാൻ പറ്റില്ല, അതുകൊണ്ടാ. വായിൽ തോന്നിയത് കോതയ്ക്കപ്പാട്ട് എന്ന മട്ടിലാണ് ഇയാളുടെ ആരോപണങ്ങൾ. സംസ്ഥാനത്തെ പോലീസോ മറ്റ് സമുദായ സംഘടനകളോ നാളിതുവരെ ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചതായി കേട്ടിട്ടില്ല. നടക്കാത്ത കാര്യത്തിന് വെറുതെ ഇങ്ങനെ ഉടച്ചു തീർക്കണോ തേങ്ങ? മാണിയുടെ മരുമകളുടെ ഔദാര്യമാണ് തന്റെ മകന്റെ രാഷ്ട്രീയ ജീവിതം എന്ന് മനസ്സിലാക്കുക. നിഷയുടെ ബുക്ക് നാട്ടുകാർ വായിച്ചാൽ അന്ന് തീർന്നു തന്റെ മകന്റെ രാഷ്ട്രീയ ഭാവി. ചുരുക്കത്തില് നാട്ടുകാരെ കൊണ്ട് എന്റെ അമ്മയ്ക്ക് പറയിപ്പിക്കില്ല നിങ്ങൾ ഈ ചെയ്യണത്. അടങ്ങിയാൽ അപ്പനും മകനും കൊള്ളാം. സരിത വാതുറന്നാൽ അപ്പന്റെ കാര്യം തീരും. മാണിയുടെ മരുമകൾ വാതുറന്നാൽ മകന്റെയും കാര്യം തീരും. സാർ, എല്ലാം തകർന്നു. ഈ തീട്ടങ്ങളെ ചുമക്കണോ എന്ന് BJP നേതൃത്വം ആലോചിക്കുക. ഈ നാടൻ പഴഞ്ചൊല്ല് ഈ അപ്പനെയും മകനെയും മാത്രം ഉദ്ദേശിച്ചുണ്ടാക്കിയതാണ്. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ, കൂടുതലില്ലാന്ന്. തൂറിയവനെ ചുമന്നാൽ ചുവന്നവനും നാറും. അല്ലാതെ തന്നെ ആവശ്യത്തിന് നാറ്റമുണ്ടല്ലോ.